ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് വീട്ടിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ഹാക്സ് ഒക്കെയാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് ഞാനിവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. നമുക്കറിയാം, കുട്ടികളുടെ കയ്യിൽ കുറേ ടോയ്സ് ഉണ്ടാവും. അതിൽ കുറേ എണ്ണമൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടാവും, കുറേ എണ്ണമൊക്കെ അതിൻ്റെ വർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ അതിങ്ങനെ എല്ലാ സ്ഥലത്തുമായിട്ട് നിരന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾക്കൊരു ബാസ്ക്കറ്റിലാക്കി വെക്കാം. ഇത് കുറച്ച് പ്രാവശ്യം അവർ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അവർ കളിച്ചതിന് ശേഷം അവരുടെ ടോയ്സ് ഒക്കെ എടുത്ത് ഈ ഒരു ബാസ്ക്കറ്റിലാക്കി വെക്കണം എന്നുള്ളത്. ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ കുറച്ച് വലിയ കാർട്ടണിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു സ്നാക്ക് സ്റ്റേഷൻ ആക്കി വെക്കാം. ഏതെങ്കിലും ഒരു കബോർഡിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾക്ക് ആവശ്യമുള്ള, അതായത് നമ്മൾ സാധാരണ നമ്മളുടെ കയ്യിലുള്ള ഇപ്പം ബ്രെഡ്, റസ്ക്, അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ നമ്മളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പം അതെല്ലാം കൂടി വെക്കാനായിട്ട് ഒരു സ്പേസ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ വന്ന് നോക്കിയാൽ മതിയാവും. ഇനി ഇവിടെ അടുത്തത് ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഒരു ലാൻഡ് ലൈൻ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിലേക്കുള്ള ഒരു വയർ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്. നമുക്ക് അതിനെ ഒന്ന് ഒതുക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ടൈ ചെയ്യുന്ന ഒരു സാധനം കിട്ടുമല്ലോ വാങ്ങാനായിട്ട്. നമ്മളിപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് മിക്കവാറും അതിൻ്റെ കവറ് ഒന്ന് ടൈ ചെയ്തിട്ടായിരിക്കും തരുന്നത്. അപ്പം അത് വെറുതെ ഇങ്ങനെ അതിനൊരു ചെറിയൊരു ഹോള് പോലെയുണ്ട്, അതിലേക്ക് മറ്റേ അറ്റം ഇങ്ങനെ കടത്തി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും വയേഴ്സ് ഇങ്ങനെ തൂങ്ങിക്കിടന്നതിനെല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ലാൻഡ് ലൈൻ്റെ സെറ്റിൻ്റെ ബാക്കിലേക്ക് ആക്കിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ടൈ ഉപയോഗിച്ചിട്ട് ഇതിനങ്ങ് ടൈ ചെയ്ത് വെക്കുവാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഈ വയറ് വീണ്ടും ഇങ്ങനെ തൂങ്ങി താഴേക്ക് കിടക്കത്തില്ല. അതേപോലെ ആ സെറ്റിന് വലിയ ഒരു വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഇളകി പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഈ ലാൻഡ് ലൈൻ സെറ്റിൻ്റെ അടിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പം അതും അവിടെ ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ തന്നെ ഇരുന്നോളും. ഇങ്ങനെയാണ് വെച്ചിരുന്നെങ്കിലും നമ്മൾ ആ ടൈ ചെയ്ത് വെച്ചിട്ടുള്ള വയറുണ്ടല്ലോ അത് കുറച്ച് വിസിബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഡെക്കർ പീസും കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ആ വയർ അവിടെ കെട്ടി വെച്ചേക്കുന്നത് അധികം പുറത്തേക്ക് കാണത്തുമില്ല. ഈ ഒരു അയൺ ബോക്സ് ഇവിടെ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഇതിൽ നല്ലതുപോലെ പാടുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലെ സ്റ്റെയിൻസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്ലാക്ക് സ്റ്റെയിൻസ് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ പാരസെറ്റമോൾ ടാബ്ലറ്റ് ഇല്ലേ, ആ ടാബ്ലറ്റ് എടുത്തിട്ട് അതിനെ ഞാനൊരു ഹോൾഡറും കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അയൺ ബോക്സ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ടെമ്പറേച്ചറൊക്കെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കിനും ഈ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു സർഫസ് നല്ലതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സർഫസിൽ ഉണ്ടായിരുന്ന ആ ഒരു അഴുക്കും ഒക്കെ ഇങ്ങനെ മെൽറ്റായി വരുന്നത് കാണാം. അതിങ്ങനെ മെൽറ്റായി വരുമ്പോഴത്തേക്കിനും നമുക്കതിനെ വൈപ്പ് ചെയ്ത് മാറ്റാം. ഒരുപാട് ചൂട് കുറവായിരിക്കരുത്, കുറച്ച് ചൂട് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ടാബ്ലറ്റ് ഇങ്ങനെ ആ ഒരു ചൂട് കൊണ്ടിട്ട് ഇത് അതിൻ്റെ ആ ഒരു സർഫസിൽ കിടന്നിങ്ങനെ ഉരുകിയിട്ട് അതിനകത്തുനിന്നുള്ള ആ ഒരു കറ പോലെ ഉണ്ടായിരുന്നൊക്കെ പോകുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പം ഈ ഒരു അയൺ ബോക്സ് ഒരുപാട് നാളായിട്ട് നമ്മൾ ഉപയോഗിച്ച് അതിനകത്ത് ഓൾറെഡി കുറച്ച് പാടുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോറിയ പാടുകളില്ലേ, അത് പോവത്തില്ല. നമ്മളിവിടെ പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലിങ്ങനെ കറ പോലെയും ഇപ്പോൾ ഡ്രസ്സിൻ്റെ പെയിൻറ്റും ഒക്കെ പിടിച്ചിട്ടുള്ളതുണ്ടാവും. അപ്പം അതൊക്കെ പോയിട്ട് ആ ഒരു ഏരിയ ഒന്ന് ക്ലീനായി കിട്ടും. അടുത്തത്, നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള വുഡൻ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇടയ്ക്കൊന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തുടച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ നാൾ നിൽക്കാനായിട്ട് സഹായിക്കും. ഈ വുഡൻ ആയിട്ടുള്ള കട്ടിംഗ് ബോർഡൊക്കെ നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കിടക്കുവാണെങ്കിൽ ഒരുപാട് നേരം ഈർപ്പമൊക്കെ വന്നു കഴിയുമ്പം കുറച്ച് സമയം കൊണ്ട് തന്നെ അതങ്ങ് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇവിടെ ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതിനെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വുഡൻ കട്ടിംഗ് ബോർഡൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓയിൽ ഇരിപ്പുണ്ടാവും. അത് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുക്കാം. അങ്ങനെ തുടയ്ക്കുന്നത് ആ ഒരു വുഡിൻ്റെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കും.
ഞാനപ്പോൾ കുറച്ച് ആ ഒരു എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അതിനെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എവിടെ നിന്നാണോ ഇങ്ങനെയുള്ള വുഡൻ കട്ടിംഗ് ബോർഡ് വാങ്ങുന്നത് അവിടെ തന്നെ ചോദിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓയിലും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വുഡ് ഓയിൽ നമ്മൾക്ക് ഇതേപോലെയുള്ള വുഡൻ ഫേർണിച്ചറൊക്കെ ഉണ്ടെങ്കിലും അതിനും ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരുന്നത് മാറിയിട്ട് അതിലൊരു എണ്ണയുടെ ഒരു അംശത്തിൽ അതിരിക്കുന്നത് കാണാം. എന്നിട്ട് നമ്മൾക്കത് അവിടെ വെച്ചേക്കാം. നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഈ എണ്ണ തുടച്ച് കളയണം എന്നൊന്നുമില്ല കേട്ടോ. ഇത് ആ വുഡിലേക്ക് നല്ലതുപോലെ അബ്സോർബ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെയൊക്കെ തന്നെ ഇപ്പോഴാണെങ്കിൽ പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നും തന്നെ ഇല്ല. കൂടുതലും വരുന്നത് പേപ്പർ കവേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ക്ലോത്ത് കവേഴ്സൊക്കെ തന്നെയാണ്. അപ്പം ഇതിനെ നമ്മൾ പെട്ടെന്ന് അപ്പോൾ കിട്ടുന്നതെല്ലാം കളഞ്ഞൊക്കെ അങ്ങ് പോകുവാണെങ്കിൽ പിന്നെ നമ്മൾക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്കിനും ഒട്ടും തന്നെ കവേഴ്സ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കവേഴ്സ് മാത്രം എടുത്തിട്ട് ഒരൊറ്റ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾക്ക് തന്നെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകേണ്ടി വരുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് അതിനെ കൊണ്ടുപോകേണ്ടി വരുമ്പോഴൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇതെല്ലാം കൂടെ അങ്ങനെ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമയത്ത് വീട്ടിൽ വെക്കുന്ന അത്രയും കവേഴ്സ് ഞാനൊരു ചെറിയ ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റ് ഫുൾ കവേഴ്സ് അല്ല കേട്ടോ, അതിനടിയിൽ കുറച്ച് ബാഗ്സ് ഒക്കെയാണുള്ളത്. അപ്പം കുറച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഹാഫ് മുതൽ മുകളിൽ വരെയും അങ്ങനെ ആവശ്യമുള്ള നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ക്ലോത്ത് ബാഗ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ഹാക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് തുടങ്ങേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഈ മൾട്ടി വൈറ്റമിൻസ് അങ്ങനെയുള്ളതൊക്കെ പലപ്പോഴും മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെയിലി കഴിക്കേണ്ടതാണെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ വിട്ടുപോകും. കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അതിനെങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യും. ചിലപ്പോൾ നമ്മൾ കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ടാബ്ലറ്റ്സ് ഒക്കെ ഇരിക്കുന്നത് നമ്മളുടെ റൂമിലായിരിക്കും, അതെല്ലാം നിങ്ങൾ ഡ്രോവറിലായിരിക്കും. അപ്പം എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള, അതായത് നമ്മൾക്ക് അഡീഷണലി എടുക്കേണ്ട സാധനങ്ങളിനെ എല്ലാം കൂടി ഒരൊറ്റ സ്പേസിലാക്കി വെച്ചിട്ട് നമ്മളുടെ കിച്ചണിൽ തന്നെയുള്ള നമ്മൾ സ്ഥിരമായിട്ട് തുറക്കുന്ന കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതാണ്. കാരണം ആ കബോർഡ് ഓപ്പൺ ആക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത് കാണും. അപ്പോൾ എന്തായാലും ഇത് എടുത്ത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ബെഡ്റൂമിൽ ഒരു ഡ്രോവറിൻ്റെ ഉള്ളിൽ വെക്കുന്ന സമയത്തായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് മറന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാനിത് കിച്ചണിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ കബോർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാണും. അന്നേരം ഓർമ്മ വരും ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾക്ക് കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ടൈം സേവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളുടെ ബോട്ടിൽ അതിൻ്റെ പേരൊന്ന് എഴുതി വെക്കാം എന്നുള്ളതാണ്. ചില ഐറ്റംസ് അല്ലെങ്കിൽ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരേപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് മണത്തൊക്കെ നോക്കിയാൽ മാത്രമേ എന്താ സാധനം എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിൽ നമുക്കൊരു ചെറിയൊരു ലേബൽ കൊടുക്കാം. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലേബൽ നമ്മൾക്ക് വാങ്ങുന്നത് അവൈലബിൾ അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അതിൽ നമ്മൾക്ക് വൈറ്റ്നർ വെച്ചിട്ട് ആണെങ്കിലും ഒന്ന് എഴുതിയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് കളറിലുള്ള മാർക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓരോ ബോട്ടിൽസും തുറന്ന് എന്താണെന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല കുക്ക് ചെയ്യുന്ന സമയത്ത്. എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കിനും വീടിൻ്റെ കീയോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ കീയോ അതല്ലെങ്കിൽ വണ്ടിയുടെ കീയൊക്കെ മറന്നു പോവാത്തവരായിട്ട് വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പം അതിന് കുറച്ചൊരു പരിധി വരെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കീ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു കീ ഹോൾഡർ ഇടുന്നുണ്ട്. അപ്പം ഇതിലാവുമ്പോഴത്തേക്കിനും നമ്മൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഏത് കീ ആണോ ഉള്ളത് അത് ഇതിനകത്തേക്കൊന്ന് കൊളുത്തിയിടുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആർക്കെങ്കിലുമൊക്കെ കീ എന്തെങ്കിലും കിട്ടിയാലും അവർക്ക് ഇതിനെ കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു സ്ഥലം എന്നതാണ് മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അടുത്തത്, നമ്മൾ ഉപയോഗിക്കുന്ന പല വലിപ്പത്തിലുള്ള ടവൽസ് എങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം നോക്കാം.
വലിയ ടവൽസൊക്കെ ഫോൾഡ് ചെയ്തപ്പോഴത്തേക്കിനും നമ്മളതിൻ്റെ എൻഡ് ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിലാണ് മടക്കിയിട്ടുള്ളത്. ചെറിയ ടവൽസൊക്കെ നമുക്ക് വേണമെങ്കിൽ റോൾ ചെയ്ത് വെക്കാം. റോൾ ചെയ്ത് വെക്കുന്നത് സ്പേസ് സേവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ പറയത്തില്ലേ, ഈ ഒരു കാര്യം ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം അത് ഭയങ്കര ഡിഫറൻസ് ആണ് ഉണ്ടാക്കിയത്, ഒരു ലൈഫ് ചേഞ്ചിങ് എന്നൊക്കെ. അതേപോലെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു കാര്യമാണ് കേട്ടോ. തുണികളൊക്കെ കഴുകിയതിന് ശേഷം അത് ഉണങ്ങിയത് എടുത്തിട്ട് വരുന്നത് വരെ വലിയ കുഴപ്പമില്ലെങ്കിലും ഇത് ഈ ഉണങ്ങി കൊണ്ടുവന്ന തുണികൾ മടക്കി വെക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തുന്നോടം വരെ ഈ തുണികൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കൂടിക്കിടക്കും. ഒന്നെങ്കിൽ സോഫയിൽ, അല്ലെങ്കിൽ ചെയറിൽ, അല്ലെങ്കിൽ കട്ടിലിൽ. നമ്മൾ ബെഡിൽ കിടക്കാൻ പോകുമ്പോഴത്തേനും ചിലപ്പോൾ അതിനെടുത്ത് വേറൊരു സ്ഥലത്ത് വെക്കും. അപ്പം ഇങ്ങനെയായിരുന്നു കുറേ നാളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ റീസെൻ്റ്ലി കുട്ടികളുടെ ടോയ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റിനെ അതിനെ ഡീക്ലട്ടർ ചെയ്ത് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതിനുശേഷം ഈ ഒരു ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുള്ള ക്ലോത്ത്സിനെ ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റിലിരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ചെയറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സോഫയിലോ ബെഡിലോ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കിനും നമുക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത്രയും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ബാസ്ക്കറ്റിലിരിക്കുമ്പോഴത്തേക്കിനും വരാറില്ല. പിന്നെ നമ്മളിവിടെ ഒരു 1 ലോഡ് ആണ് ലോണ്ട്രി കഴുകി എടുക്കുന്നതെങ്കിൽ ഈ ബാസ്ക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗം വരെയൊക്കെ വരത്തുള്ളൂ. അപ്പം അതിങ്ങനെ ഒതുങ്ങിയിരിക്കുകയും കൂടെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ മടക്കി വെക്കാനായിട്ട് തോന്നും. ഇതിപ്പോൾ ഞാൻ 2 ലോഡ് ലോണ്ട്രിയിലെ ക്ലോത്ത്സ് എല്ലാം കൂടി ഈ ഒരു ബാസ്ക്കറ്റിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് നല്ലതുപോലെ ഓവർഫ്ലോ ആയിട്ട് കിടക്കുന്നത് പോലെ തോന്നുന്നത്. ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് കിട്ടുന്നതിന് അപ്പോൾ തന്നെ എടുത്ത് ഈ ബാസ്ക്കറ്റിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയി കഴിയുമ്പം ഈ ക്ലോത്ത്സിന് ഉണ്ടാകുന്ന ഒരു റിങ്കിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല ഇനി നമ്മൾ 2 ദിവസം കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിലും വിഷ്വലി ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു ഹാക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ ഹാക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.